CCW June 2022 question paper mechanical discuss ചെയ്യാം. First question, which one of the following mechanism represent an inversion of single slider crank chain? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ ആണ്. സോ സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ വരുമ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ ട്രമ്മൽ, ഓൾഡംസ് കപ്ലിംഗ്, വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, പാൻഡോഗ്രാഫ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ എലിപ്റ്റിക്കൽ ട്രമ്മൽ, അതുപോലെ ഓൾഡംസ് കപ്ലിംഗ്, പാൻഡോഗ്രാഫ് ഒക്കെ ഡബിൾ സ്ലൈഡർ ക്രാങ്കിന്റെ ഇൻവേർഷൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ പ്ലെയിനർ മെക്കാനിസം ഹാസ് 10 ലിങ്ക് ആൻഡ് 12 ജോയിന്റ്സ്. ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദ മെക്കാനിസം. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഒരു മെക്കാനിസത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അത് 3 × n-1 - 2j - h. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ 3 × L ആണ് എന്ത് നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ 10 ലിങ്ക് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 × 10-1 - 2j എന്താ, j എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ജോയിൻസ് ആണ്. ജോയിൻസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 12 ജോയിൻസ് ആണ്. അപ്പോൾ -2 × 12 ഹയർ പെയർ 0 ആണ്. h = നമ്പർ ഓഫ് ഹയർ പെയർ 0 ആണ്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 3 ആണ്. ആൻസർ ഓപ്ഷൻ ബി 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഇൻസ്റ്റന്റീനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ ഫോർ എ 6 ലിങ്ക് മെക്കാനിസം. ഇൻസ്റ്റന്റീനിയസ് സെന്ററിനും ഇതുപോലെ തന്നെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻസ്റ്റന്റീനിയസ് സെന്ററിന്റെ ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ n × n-1/2 എന്നാണ് ഇൻസ്റ്റന്റീനിയസ് സെന്റേഴ്സിന്റെ ഫോർമുല. n ആണ് നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് 6 ലിങ്ക് മെക്കാനിസം ആണ്. അപ്പോൾ 6 × 6 - 1/2 നമുക്ക് ആൻസർ 15 വരും. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഡി. ഓപ്ഷൻ ഡി ആണ് തേർഡ് ആൻസറിന്റെ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ. പിന്നെ പ്രഷർ ആംഗിൾ ഓഫ് എ ക്യാം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പിച്ച് സർക്കിൾ ഡയമീറ്റർ, പ്രൈം സർക്കിൾ ഡയമീറ്റർ, ലിഫ്റ്റ് ഓഫ് ക്യാം, ബേസ് സർക്കിൾ ഡയമീറ്റർ. ഇത് പ്രഷർ ആംഗിൾ ഓഫ് എ ക്യാം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബേസ് സർക്കിൾ ഡയമീറ്റർ ആണ് കേട്ടോ. ബേസ് സർക്കിൾ ഡയമീറ്റർ ആണ്. പിന്നെ ഫോർ ദ ഫോളോവർ ആണ്. ഫോർ ദ ഫോളോവർ വിത്ത് എ സ്ട്രോക്ക് എസ് സ്ട്രോക്ക് ഉള്ള ഒരു ഫോളോവർ സൈക്ലോയിഡൽ മോഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. ദ റേഡിയസ് ഓഫ് റോളിംഗ് സർക്കിൾ വിൽ ബി. റോളിംഗ് സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ സർക്കംഫറൻസ് ഈക്വൽ ടു അതിന്റെ സ്ട്രോക്ക് ആയിരിക്കില്ലേ. ഞാൻ ആൻസർ എടുക്കട്ടെ. സർക്കംഫറൻസ് ഓഫ് എ ക്യാം പ്രൊഫൈൽ, ആ ക്യാം പ്രൊഫൈലിന്റെ സർക്കംഫറൻസ് അതെങ്ങനെ 2πr. ഈ r ആണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്, ഈ r. അപ്പോൾ സർക്കംഫറൻസ് ഓഫ് ക്യാം പ്രൊഫൈൽ ഫോളോഡ് ബൈ ദ ഫോളോവർ ഇസ് ഈക്വൽ ടു ദ സ്ട്രോക്ക് ലെങ്ത്. അത് ഈക്വൽ ടു സ്ട്രോക്ക് ലെങ്ത് s. അവിടെ r ഇസ് ഈക്വൽ ടു s/2π. അപ്പോൾ s/2π എന്നുള്ള ഒരു ഓപ്ഷൻ അഞ്ചാമത്തേല് ബി ആണ് കറക്റ്റ് ആൻസർ, ബി. അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എക്സാക്ട് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മെക്കാനിസം. നോക്കണം, എക്സാക്ട് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മെക്കാനിസം ആണ് വെച്ചിരിക്കുന്നത്. വാട്സ് മെക്കാനിസം, റോബർട്ട്സ് മെക്കാനിസം, പോസ്ലിയർ മെക്കാനിസം, ഓൾ ഓഫ് ദീസ്. എക്സാക്ട് സ്ട്രെയിറ്റ് ലൈൻ മെക്കാനിസം എന്ന് പറഞ്ഞത് പോസ്ലിയർ മെക്കാനിസം ആണ് കേട്ടോ. ഈ റോബർട്ട്സ് മെക്കാനിസം, വാട്സ് മെക്കാനിസം എക്സാക്ട് സ്ട്രെയിറ്റ് ലൈൻ മെക്കാനിസം അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സെവൻത്ത് ക്വസ്റ്റ്യൻ, ട്രാൻസ്മിഷൻ ആംഗിൾ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ. ട്രാൻസ്മിഷൻ ആംഗിൾ ഇസ് ആംഗിൾ ബിറ്റ്വീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ആംഗിൾ എവിടെ വരുന്നത് കണ്ടോ. ഇങ്ങനെ ഇവിടെ ഒരു കപ്ലറിന്റെയും ഒരു ഔട്ട്പുട്ട് ലിങ്കിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് ട്രാൻസ്മിഷൻ ആംഗിൾ വരുന്നത്. അതിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ ആണല്ലേ. അപ്പോൾ ട്രാൻസ്മിഷൻ ആംഗിൾ ഇസ് ആംഗിൾ ബിറ്റ്വീൻ എന്തൊക്കെ, ഒരു ഔട്ട്പുട്ട് ലിങ്കും കപ്ലറും ഒരു ഓപ്ഷൻ ഉണ്ടോ. ഔട്ട്പുട്ട് ലിങ്ക് ആൻഡ് കപ്ലർ. ഓക്കെ, ഓപ്ഷൻ ബി. അപ്പോൾ 7ലെ ഓപ്ഷൻ ബി ആണ്. The Coriolis component of acceleration is taken into account for. Coriolis component of acceleration is taken into account for slider crank, 4-bar mechanism, quick return mechanism, all of these. ഇവിടെ Coriolis component of acceleration കൗണ്ട് ചെയ്യുന്നത് quick return motion mechanismത്തിലാണ് കേട്ടോ. 8ലെ സി. നെക്സ്റ്റ് 9th question, the component of acceleration parallel to the velocity of the particle at a given instant is called. ശ്രദ്ധിക്കണം, parallel to the velocity parallel ആണ്. വെലോസിറ്റിക്ക് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ നമ്മൾ എന്താ പറയുന്നത്, ടാൻജൻഷ്യൽ കമ്പോണന്റ് എന്നാ പറയുന്നത്. വെലോസിറ്റിക്ക് പാരലൽ ആയിട്ടുള്ള ആക്സിലറേഷന്റെ കമ്പോണന്റ് ടാൻജൻഷ്യൽ കമ്പോണന്റ്. 9ലെ ബി. അടുത്ത 10th ക്വസ്റ്റ്യൻ, ഫോർ ലോ ആൻഡ് മോഡറേറ്റ് സ്പീഡ് എഞ്ചിൻ. നോക്കണം, ഓരോ വാക്കും നമ്മൾ ശ്രദ്ധിക്കണം. ലോ ആൻഡ് മോഡറേറ്റ് സ്പീഡ്, ലോ ആണല്ലോ സ്പീഡ്. ക്യാം ഫോളോവർ ഷുഡ് മൂവ് വിത്ത് സൈക്ലോയിഡൽ മോഷൻ, SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. ലോ ആൻഡ് മോഡറേറ്റ് സ്പീഡ് ആണെങ്കിൽ അവിടെ ആൻസർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് കേട്ടോ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് ലോ ആൻഡ് മോഡറേറ്റ് സ്പീഡ് എഞ്ചിനിൽ വരുന്നത്. ഒരു ഹൈ സ്പീഡ് എഞ്ചിൻ ആണെങ്കിലാണ് സൈക്ലോയിഡൽ മോഷൻ വരുന്നത്. അപ്പോൾ ഹൈ സ്പീഡ് എഞ്ചിനാണ് സൈക്ലോയിഡ്, ഇവിടെ ചോദിച്ച സൈക്ലോയിഡ്. ലോ ആൻഡ് മോഡറേറ്റ് ആയതുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. 11th ക്വസ്റ്റ്യൻ, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
വിച്ച് സാൻഡ് ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് അലോയ് എന്ന് ശ്രദ്ധിക്കണേ. ഫെറസ് ആൻഡ് നോൺ ഫെറസ് അലോയ്സ് എന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ അലോയ്സ്, ഫെറസ് ആൻഡ് നോൺ ഫെറസ് അലോയ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാൻഡ് എന്ന് പറയുന്നത് സിന്തറ്റിക് സാൻഡ് ആണ് കേട്ടോ. പക്ഷേ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ ആണെങ്കിൽ അവിടെ നാച്ചുറൽ സാൻഡ് ആണ് ഉപയോഗിക്കുന്നത്. ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് ആണെങ്കിൽ നാച്ചുറൽ സാൻഡ്. പക്ഷേ ക്വസ്റ്റനിൽ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് അലോയ് ആണ്. അലോയ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് സാൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ 11th ബി ആണ് ആൻസർ, സിന്തറ്റിക് സാൻഡ്. വിച്ച് among the following wood is most widely used for making പാറ്റേൺ ഉണ്ടാക്കുന്നതിന് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നത് വൈറ്റ് പൈൻ ആണ് കേട്ടോ. 12A ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് 13th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ മോസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഇൻ റോളിംഗ്. ഒരു റോളിംഗ് ഓപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ മാഗ്നിറ്റ്യൂഡ് ഉള്ളത് സ്ലിപ്പ് വെലോസിറ്റി ആണോ, സർഫസ് വെലോസിറ്റി ആണോ, എൻട്രിങ് വെലോസിറ്റി ആണോ, എക്സിറ്റിംഗ് വെലോസിറ്റി ആണോ? അറിയാലോ, നമുക്ക് എക്സിറ്റിംഗ് വെലോസിറ്റി ആണ് ഹാസ് എ മോസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഇൻ റോളിംഗ് വരുന്നത്, എക്സിറ്റിംഗ് വെലോസിറ്റി ആണ്. നെക്സ്റ്റ്, ഇയറിംഗ് ഡിഫക്റ്റ് ഇൻ റോളിംഗ് ഓഫ് ദ വർക്ക് പീസ് ഇസ് നോട്ട് കോസ് ബൈ. ഇയറിംഗ് ഡിഫക്റ്റ് കോസ് ചെയ്യാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഇയറിംഗ് ഡിഫക്റ്റ് ഇൻ റോളിംഗ് ഓഫ് ദ വർക്ക് പീസ് ഇസ് നോട്ട് കോസ് ബൈ മെറ്റീരിയൽ ഡിപെൻഡന്റ്, ബ്ലാങ്ക് ഹോൾഡിംഗ്, ലോ ക്ലിയറൻസ് ബിറ്റ്വീൻ ദ റോൾ ആൻഡ് വർക്ക് പീസ്, ടു ഹൈ സ്പീഡ്. 14th, ഇത് മെറ്റീരിയൽ ഡിപെൻഡന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഇയറിംഗ് ഡിഫക്റ്റ് കോസ് ചെയ്യും. ബ്ലാങ്ക് ഹോൾഡിംഗ് ഇയറിംഗ് ഡിഫക്റ്റ് കോസ് ചെയ്യും. ഹൈ സ്പീഡും ഇയറിംഗ് ഡിഫക്റ്റ് കോസ് ചെയ്യും. ഒരു ഇയറിംഗ് ഡിഫക്റ്റ് കോസ് ചെയ്യാത്തത് ലോ ക്ലിയറൻസ് ബിറ്റ്വീൻ ദ റോൾ ആൻഡ് വർക്ക് പീസ്. റോളും വർക്ക് പീസും തമ്മിലുള്ള ക്ലിയറൻസ് കുറവാണെങ്കിൽ ഇയറിംഗ് ഉണ്ടാവത്തില്ല, നോട്ട് കോസ് ചെയ്യത്തില്ല. ദ എക്സ്ട്രാ മെറ്റൽ വിച്ച് സെറ്റിൽസ് ഡൗൺ ഇൻ ഗട്ടർ ഇസ് നോൺ എസ്. ഇത് 15th ഫ്ലക്സ് അല്ലേ, എക്സ്ട്രാ മെറ്റൽ സെറ്റിൽ ചെയ്യുന്നതിനെ പറഞ്ഞ ഫ്ലക്സ്. 15th എ. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ആർക്ക് ടു ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ഇസ് കോൾഡ് ആർക്ക് ലെങ്ത്, ആർക്ക് ഡിസ്റ്റൻസ്, ആർക്ക് ക്രേറ്റർ, ആർക്ക് ഡെപ്ത്. 16th ആൻസർ വരുന്ന ആർക്ക് ലെങ്ത് എന്നാണ് പറയുന്നത്. ആർക്ക് ലെങ്ത് 16A. ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ആർക്ക് ടു ദ ടിപ്പ് ഓഫ് ഇലക്ട്രോഡ് ആർക്ക് ലെങ്ത് ആണ്. 17th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ വെൽഡബിലിറ്റി. വെൽഡബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എബിലിറ്റി ഓഫ് മെക്കാനിക്കൽ സൗണ്ട്നെസ്, അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെൽഡബിലിറ്റിയിൽ. സർവീസബിലിറ്റി ഓഫ് ജോയിന്റ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സ്ട്രെയിൻ റിലീവിംഗ് ബ്രിട്ടിൽനെസ്, മെറ്റലർജിക്കൽ കോമ്പാറ്റബിലിറ്റി ഓഫ് മെറ്റൽ, അതെന്തായാലും നമ്മൾ നോക്കും. ഇപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് 17ലെ സി ആണ്. സ്ട്രെയിൻ റിലീവിംഗ് ബ്രിട്ടിൽനെസ് ആണ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ വെൽഡബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18th ക്വസ്റ്റ്യൻ, ആസ് ഗ്രെയിൻ സൈസ് ഓഫ് എ മെറ്റൽ ഇൻക്രീസസ് ഇറ്റ് സ്ട്രെങ്ത്. ഗ്രെയിൻ സൈസ് കൂടുമ്പോൾ എന്ത് പറ്റും? ഗ്രെയിൻ ബൗണ്ടറി കുറയും. ഗ്രെയിൻ ബൗണ്ടറീസ് കുറയുമ്പോൾ എന്താ സ്ട്രെങ്ത് എന്താ പറ്റുന്നത്? സ്ട്രെങ്ത് കുറയും അല്ലേ? അപ്പോൾ ഡിക്രീസസ് ആണ് ആൻസർ. ഗ്രെയിൻ സൈസ് കൂടുമ്പോൾ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. 19th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്രാങ്ക് ഷാഫ്റ്റ്. അത് നമുക്ക് വളരെ അറിയാവുന്ന ഒരു മെത്തേഡാണ്. ഡ്രോപ്പ് ഫോർജിങ് ആണ് ക്രാങ്ക് ഷാഫ്റ്റിന് ഉപയോഗിക്കുന്നത്. ഡ്രോപ്പ് ഫോർജിങ്. 19th എ ആണ് ആൻസർ. അടുത്തത് 20, വിച്ച് വൺ ഓഫ് ദ ഓപ്പറേഷൻ വിച്ച് ഇസ് ഓപ്പറേഷൻ ടു റിലീവ് റെസിഡ്യൂൽ സ്ട്രെസ് ഫ്രം ദ വെൽഡിംഗ് ജോയിന്റ്. റിലീവ് റെസിഡ്യൂൽ സ്ട്രെസ് ഫ്രം ദ വെൽഡിംഗ് ജോയിന്റ്. ഷോർട്ട് പീനിങ്, പോസ്റ്റ് ഹീറ്റിംഗ്, പീനിങ്, പ്രീ ഹീറ്റിംഗ്. അതിന്റെ റിലീവ് റെസിഡ്യൂൽ സ്ട്രെസ് വെൽഡിംഗ് ജോയിന്റിൽ നിന്ന് റെസിഡ്യൂൽ സ്ട്രെസ് റിമൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് പോസ്റ്റ് ഹീറ്റിംഗ് ആണ് കേട്ടോ. 20ലെ ബി ആണ് ആൻസർ. 20ലെ ബി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്തൊക്കെ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യണം. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഇവിടെ എന്താ? വോളിയം മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ 21A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതൊരു പ്രോബ്ലം ആണ്. 22, ഐഡിയൽ ഗ്യാസ് അറ്റ് 27 degree Celsius. Ideal gas at 27 degree Celsius is heated at constant pressure. കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്യണം till it volume becomes 3 times. അപ്പോൾ ഇനീഷ്യൽ വോളിയം V1 ആണെങ്കിൽ ഫൈനൽ വോളിയം V2 is equal to 3 times V1 ആവും. വാട്ട് വുഡ് ബി ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്? ടെമ്പറേച്ചർ വെച്ചേക്കണം. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അപ്പോൾ ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് അല്ലേ? ചാൾസ് ലോ ആയിരിക്കും ഐഡിയ. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ വെച്ചേക്കണം. നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ എടുക്കാം. അതാണ്. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ അവിടെ തന്നേക്കുന്നത് 27 degree Celsius ആണ് അല്ലേ? ഗ്യാസ് അറ്റ് 27 degree Celsius. ഈ കാൽക്കുലേഷനിലെല്ലാം നമ്മൾ കെൽവിനിലേക്ക് ആക്കണം. അതുകൊണ്ട് 27 + 273 300 കെൽവിൻ ആക്കി. നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ വോളിയം V1 ആണ്. ഫൈനൽ വോളിയം എന്ത് ചെയ്തു? ബിക്കംസ് 3 times ആയി. അപ്പോൾ 3 × V1 ആയി ഫൈനൽ വോളിയം. സോ വോളിയം ടെമ്പറേച്ചറും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ചാൾസ് ലോ ആണ്. V1/T1 is equal to V2/T2. V2 നമുക്കറിയാം 3 times V1 തന്നിട്ടുണ്ട്. സോ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V1/T1 equal to 3V1. അവിടെ നിന്ന് V1 എല്ലാം പോയി. അപ്പോൾ T2 is equal to 3 times T1 നമുക്കറിയാം. അവിടെ നിന്ന് T2 കണ്ടുപിടിക്കാം. അപ്പോൾ T2 ലാസ്റ്റ് വരുമ്പോൾ 627 degree Celsius വരും. ഓക്കെ. അത് നമ്മൾ നോക്കണം. ഇതില്ലേ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെൽവിൻ ആണ് ചെയ്യേണ്ടത് ലാസ്റ്റ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ തിരിച്ച് 900നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യണം. -273 ചെയ്യണം. അതാണ് ഇവിടെ ലാസ്റ്റ് വന്നേക്കണേ. 900 കെൽവിൻ 627 degree സെൽഷ്യസിലാക്കി കൺവേർട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 22. അപ്പോൾ 22ലെ ഡി ആണ് 627 degree Celsius അല്ലേ? 627 അല്ലേ ആൻസർ കിട്ടും? അതെ.
അടുത്തത് 23 ഫോർ എ സിമ്പിൾ ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് ഹീറ്റ് ആൻഡ് വർക്ക് ഇൻട്രാക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ അല്ലേ. നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു അല്ലേ. ക്യൂ ഇസ് ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു ഇന്റേണൽ എനർജി അതറിയാം. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കണേ, ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് ഹീറ്റ് അതായത് ക്യൂ മൈനസ് വർക്ക് ഇൻട്രാക്ഷൻ ഡബ്ല്യു എന്ത് കിട്ടാ, ആൻസർ യു. യു എന്താ ഇന്റേണൽ എനർജി. അപ്പോൾ 23 ആൻസർ ഡി. 23 ആൻസർ ഡി. അടുത്തൊരു പ്രോബ്ലം ആണ്. എ 4 കിലോ വാട്ട് 20 ലിറ്റർ വാട്ടർ ഹീറ്റർ ആണ് സ്വിച്ച് ഓൺ ഫോർ 10 മിനിറ്റ്സ്. സെക്കൻഡ്സിലൊക്കെ ആക്കേണ്ടി വരും. ദ ഹീറ്റ് കപ്പാസിറ്റി സി പി വന്നിട്ടുണ്ട് 4 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. അസ്യൂമിംഗ് ദാറ്റ് ഇലക്ട്രിക്കൽ എനർജി ഹാസ് ഗോൺ ഇൻ ടു ഹീറ്റിംഗ് ദ വാട്ടർ, ദ ഇൻക്രീസ് ഇൻ വാട്ടർ ടെമ്പറേച്ചർ. വാട്ടർ ടെമ്പറേച്ചർ എന്തോരം ഇൻക്രീസ് ചെയ്തെന്നുള്ളതാണ്. ഇവിടെ ബേസിക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി ആണ്. അവിടെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ആണ് കാണേണ്ടത്. ക്യൂ നമുക്ക് ഇവിടെ 4 വാട്ടും അതുപോലെ തന്നെ 10 മിനിറ്റ്സിൽ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ക്യൂ എനിക്ക് കിട്ടും. എം മാസ് എനിക്ക് കണ്ടുപിടിക്കാമല്ലോ. വോളിയം വന്നിട്ടുണ്ട്, വോളിയം 20 വന്നിട്ടുണ്ട്. ഡെൻസിറ്റി അപ്പോൾ 1 കിലോഗ്രാം ലിറ്ററിലല്ലേ, 1 കിലോഗ്രാം പെർ ലിറ്റർ അല്ലേ ഡെൻസിറ്റി വരുന്നത് വാട്ടറിന്റെ. അപ്പോൾ ഡെൻസിറ്റി കണ്ടുപിടിച്ച മാസ് എനിക്ക് കിട്ടും. മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഡെൻസിറ്റിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മാസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടുപിടിക്കും. ഓക്കെ, ബേസിക് ഇക്വേഷൻ എം സി പി ഡെൽറ്റ ടി ആണ്. ഇവിടെ ഡെൽറ്റ ടി കണ്ടുപിടിക്കണം. ഡെൽറ്റ ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇക്വേഷൻ ക്യൂ ബൈ എം സി പി. ക്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, ക്യൂ കണ്ടുപിടിക്കാനായിട്ട് ക്യൂ ഇസ് ഈക്വൽ ടു എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. പവർ എനിക്ക് വന്നിട്ടുണ്ട് 4 വന്നിട്ടുണ്ട് അല്ലേ, 4 കിലോ വാട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 4 ഇൻറ്റു ടൈം. ടൈം ടൈം നമുക്ക് എത്രയാണ് തന്നേക്കണേ, 10 മിനിറ്റ്സ് തന്നേക്കണം. അതിനെ സെക്കൻഡ്സിലേക്ക് ആക്കി 10 ഇൻറ്റു 60 ചെയ്തു. അപ്പോൾ 600 ആയി. അപ്പോൾ 2400 കിലോ ജൂൾ ആയി ക്യൂ കിട്ടിയത്. ഓക്കെ, ക്യൂ 2400 കിട്ടി. ഇനി എം വേണം. അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി മാസ് ബൈ വോളിയം ഉള്ളൂ. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മാസ് ബൈ വോളിയം. മാസ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഡെൻസിറ്റി 1 ആണ്, 1 കിലോഗ്രാം പെർ ലിറ്റർ. ഈ വോളിയം എനിക്ക് 20 തന്നിട്ടുണ്ടല്ലേ, 1 ഇൻറ്റു 20 ചെയ്തു. അപ്പോൾ എം എനിക്ക് 20 കിട്ടി. എം എനിക്ക് 20 എം കിട്ടി. സി പി എനിക്ക് തന്നിട്ടുണ്ട്. സി പി എത്രയാണ്, സി പി 4 വന്നിട്ടുണ്ട്. അപ്പോൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 2400 അത് എവിടെ നിന്ന് കിട്ടി, മറ്റേ നമ്മളെ 4 പവർ 4 പിന്നെ ഇൻറ്റു ടൈം എനർജി ക്യൂ എനർജി പവർ ഇൻറ്റു ടൈം എന്നുള്ള ഇതിൽ കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2400 ബൈ 20 ഇൻറ്റു 4 30 ഡിഗ്രി സെൽഷ്യസ്. 30 ഡിഗ്രി സെൽഷ്യസ്. 24 ആൻസറും ഡി ആണ്. അടുത്തത് 25 വരുമ്പോൾ ത്രോട്ടിലിംഗ് പ്രോസസ് വെച്ച് ആണ് ഫോളോയിങ് പാരാമീറ്റർ റിമെയിൻ കോൺസ്റ്റന്റ്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. ത്രോട്ടിൽ നമുക്കറിയാം എന്താൽപ്പി ആയിരിക്കും ത്രോട്ടിൽ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 25 ക്വസ്റ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 25 ക്വസ്റ്റൻസ്, അതായത് മൊത്തം 50 ക്വസ്റ്റൻസ് ഉണ്ട്. അടുത്ത സെഷനിലും കൂടെ കംപ്ലീറ്റ് ചെയ്യാം.